അതിനു മുമ്പായിട്ടൊരു കാര്യം പറയാനുള്ളത്, ഇന്നത്തെ ഈ ഒരു വീഡിയോൻ്റെ അകത്ത് ചോദ്യമുണ്ടായിരിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, അർജുനൻ്റെ അപ്ഡേഷൻ ചോദിച്ചുകൊണ്ട് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അർജുൻ്റെ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടിരുന്നതല്ല. പക്ഷെ കുറേ ആൾക്കാർ മുമ്പ് ചെയ്ത അപ്ലോഡ് കുറേ ആൾക്കാർ ഏറ്റെടുത്ത്, അപ്പോൾ നല്ലോണം ആൾക്കാർ കമൻറ്റ്സിലൂടെ ചോദിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ നിലവിൽ അതിനു മുമ്പായിട്ടൊരു കാര്യം പറയാനുള്ളത്, ഇന്നത്തെ ഈ ഒരു വീഡിയോൻ്റെ അകത്ത് ചോദ്യമുണ്ടായിരിക്കുന്നതാണ്. ചോദ്യമെന്ന് വെച്ചാൽ, ഞാൻ കുറേ മുമ്പ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളിൽ ചോദ്യം ചോദിക്കാറുണ്ടായിരുന്നു ക്വിസ് ടൈപ്പിൽ. സോ അതിനുള്ള മറുപടി നെക്സ്റ്റ് വീഡിയോസിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോൻ്റെ അവസാന ഭാഗത്ത് അല്ലെങ്കിൽ ഇടയിലൂടെ ചോദ്യമുണ്ടായിരിക്കുന്നതാണ്. അതിനുള്ള മറുപടി കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അതേപോലെ നാളത്തെ വീഡിയോയിൽ അതിൻ്റെ മറുപടി ഞാൻ പറയുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. ഇപ്പോൾ നിലവിൽ അർജുനൻ്റെ അപ്ഡേഷൻ എന്ന് പറയുന്നത്, എത്തി നിൽക്കുന്നത് പുഴയുടെ അരികിലാണ്, അവിടെയാണ് വണ്ടി ഉള്ളത് എന്നാണ് അന്വേഷണ സംഘം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അർജുനനെ ഇപ്പോൾ തിരക്കി അവസാനം നിർത്തിവെച്ച് ഇരിക്കുകയാണ് കർണാടക സർക്കാർ. എന്ന് വെച്ചാൽ ഇപ്പോൾ ആ പുഴയിലേക്ക് ഇറങ്ങാൻ പറ്റിയ സാഹചര്യമല്ല. വെള്ളമൊക്കെ നല്ല ഫോഴ്സിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് ഈശ്വർ മൽപെ എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ടീമാണ്. അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അവരത് ഏറ്റെടുത്ത് നല്ല രീതിയിൽ അവർ അവിടെ ഇത് ട്രൈ ചെയ്തു നോക്കാൻ വേണ്ടിയിട്ട് കുറേ എഫേർട്ട് എടുത്തിട്ടുണ്ട്. അവരെ ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ അവിടെ വെള്ളം നല്ല ഫോഴ്സിൽ വരുന്നത് കൊണ്ട് പ്രഷർ താങ്ങാൻ പറ്റുന്നില്ല എന്നാണ് ഈശ്വർ മൽപെ അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ പറയുന്നുണ്ട്, ഇടയ്ക്ക് 2 പ്രാവശ്യമാണെന്ന് തോന്നുന്നു, ഇത് കെട്ടിയ കയറിനെ വിടേണ്ടി വന്നു. പ്രഷർ താങ്ങാനാവാതെ 2 പ്രാവശ്യം കെട്ടിയ കയറിനെ വിട്ട് പോയി എന്നാണ് ഈശ്വർ മൽപെ അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ പറഞ്ഞത്. അപ്പോൾ അത്രയ്ക്കും അവിടെ പ്രയാസമുണ്ട്. റിസ്കി ആയിട്ടുള്ള, ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇപ്പോൾ ആ പുഴയിൽ അന്വേഷിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും ഇപ്പോൾ നിലവിൽ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇന്ന് അവിടെ ഒരു പണിയും നടന്നിട്ടില്ല, അല്ലെങ്കിൽ ഒരു അന്വേഷണ സംഘവും അവിടേക്ക് വന്നിട്ടില്ല, ആരും തന്നെ ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ വാർത്തകളിലൂടെ നമ്മൾ അറിയാൻ വേണ്ടി കഴിയുന്നുള്ളത്. ഇനി നമ്മുടെ മുസ്ലിമീങ്ങളായ അല്ലെങ്കിൽ നമ്മുടെ ഉസ്താദന്മാർ മജ്ലിസുകളൊക്കെ നടത്തുന്ന ആൾക്കാരിൽ കുറേ ആൾക്കാർ ദുആകളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ആ ഒരു വീഡിയോ നമുക്ക് കാണാം. ഏതായാലും ഈ ഒരു വീഡിയോനകത്ത് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ചത് അപ്ഡേഷൻ തരാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് മനസ്സിൽ തോന്നിയ ഒരു ഇതാണ്, നമുക്ക് നമ്മുടെ മുസ്ലിം സമുദായത്തിൽ ആ ഒരു സഹോദരനെ എല്ലാവരും ഐക്യത്തോട് കാണുന്നു എന്ന് ഒരു രീതിയിൽ നിങ്ങളെല്ലാവരും ആ വീഡിയോകൾ മുഴുവനായിട്ടും കാണുക. എല്ലാ ഉസ്താദന്മാർ ആരൊക്കെ ദുആ ചെയ്തിട്ടുണ്ട് മജ്ലിസുകളിൽ, അവരുടെ എല്ലാവരുടെയും വീഡിയോ, ഈ ഒരൊറ്റ വീഡിയോ നമുക്ക് പ്ലേ ചെയ്ത് കാണിക്കാം. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ വീഡിയോ കാണാൻ വേണ്ടി നമുക്ക് പോകാം. എല്ലാവരും ആ ഒരു വീഡിയോ കാണുക. കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. പിന്നെ ഞാൻ ചോദ്യം ചോദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചോദ്യം ഇതാണ്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാവ് പിതാവ് ആരാണെന്ന്. എളുപ്പത്തിൻ്റെ ചോദ്യമാണ്. എല്ലാവരും മറുപടി കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഏതായാലും നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാവ് പിതാവ് ആരായിരുന്നു എന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ മറുപടി അടുത്ത വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഉസ്താദന്മാരുടെ വീഡിയോകൾ നമുക്ക് കണ്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അർജുൻ എന്ന കുട്ടിയെ കിട്ടാൻ വേണ്ടി ദ്വാരക്കണം. തമ്പുരാൻ കരുണക്കടൽ അറബ് ആ കുട്ടി എത്രയും പെട്ടെന്ന് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. നമുക്ക് ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യാം. ഞാൻ ആ വാർത്ത അറിഞ്ഞിട്ടുണ്ട്. അർജുൻ എന്ന് പറയപ്പെടുന്ന കുട്ടി ദിവസങ്ങളോളമായി മണ്ണിൻ്റെ അടിയിൽ, വാഹനത്തിൻ്റെ ഉള്ളിൽ കുടുങ്ങി മണ്ണിൻ്റെ അടിയിൽ കഴിയുകയാണെന്ന് കേട്ടു. അവൻ്റെ പാവം, അവൻ്റെ അമ്മ, അവൻ്റെ കുടുംബങ്ങൾ, അച്ഛൻ, കുടുംബങ്ങളൊക്കെ കാത്തിരിക്കുകയാണ്. നാട്ടുകാർ മുഴുവനും കാത്തിരിക്കുകയാണ് അവൻ്റെ തിരിച്ചുവരവും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് അറിയണമല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണ്, എത്ര വിഷമം ആ കുടുംബത്തിനുണ്ടാവും, എത്ര പ്രയാസം ആ കുടുംബത്തിനുണ്ടാവും. നമ്മൾ ആ കുടുംബത്തിനൊപ്പം ചേർന്ന് നിന്ന് കരുണക്കടൽ ആ റബ്ബിനോട് ദുആ ചെയ്യാന്നല്ലാതെ വേറെ രക്ഷയില്ലല്ലോ. പഠിച്ചോൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് അർജുനെ തിരിച്ചു കിട്ടി ഒരു സന്തോഷമുള്ള വാർത്ത അല്ലാഹു കേൾപ്പിച്ചു തരട്ടെ.
അള്ളാഹു എത്രയും പെട്ടെന്ന് ആ കുടുംബത്തിന് നല്ല ക്ഷമ അള്ളാഹു പ്രദാനം ചെയ്തു കൊടുക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം. നിങ്ങളും ദ്വാരക്കൂ, നമ്മളൊക്കെ ദ്വാരക്ക, എല്ലാവരും ദ്വാ ചെയ്യാം. പരസ്പരം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. അതേപോലെ തന്നെ മുത്തുമിനിങ്ങളെ നിങ്ങളൊക്കെ ദ്വാരക്ക. അർജുൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായ ലോറി ഡ്രൈവർ ഒരു 10 ദിവസം കൊണ്ട് അയാൾ നമ്മുടെ വീട്ടിലെ അംഗമായി. രാത്രിയിൽ കിടക്കാൻ നേരത്ത് ഉമ്മ മോളോട് ചോദിക്കുന്നു അർജുന്റെ കാര്യം എന്തായി, മോള് ഉമ്മയോട് ചോദിക്കുന്നു അർജുന്റെ കാര്യം എന്തായി. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ ഉടനെ ആദ്യം നമ്മൾ കഴിഞ്ഞ 10 ദിവസങ്ങളായി നമ്മൾ നോക്കിയത് നമ്മുടെ കുട്ടിയെ കുറിച്ചല്ല, അർജുനെ കിട്ടിയോ ഇല്ലയോ. നിങ്ങളൊന്ന് ആലോചിച്ചു, ഇതാണ് മനുഷ്യൻ, ഇതാണ് പച്ചയായ മനുഷ്യൻ, ഇതാണ് വികാരങ്ങളെയും വിചാരങ്ങളുമുള്ള മനുഷ്യൻ, ഇവനാണ് നന്മയുള്ള മനുഷ്യൻ. 10 ദിവസം കൊണ്ട് അർജുൻ എന്ന് പറയുന്ന ഇതേവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത ലോറി ഡ്രൈവർ ചിലപ്പോൾ എനിക്ക് അനുജനായി മാറിയിട്ടുണ്ടാവാം, ചിലപ്പോൾ എനിക്ക് മകനായി മാറിയിട്ടുണ്ടാവാം. എന്റെ കൂടപ്പുറപ്പിന്റെ വിശേഷങ്ങൾ അന്വേഷിക്കുന്നത് പോലെ എത്ര പെട്ടെന്നാണ് അർജുൻ നമ്മുടെ കൂടപ്പുറപ്പായി മാറിയത്. എത്ര കൈകളാണ് അവന് വേണ്ടി പ്രാർത്ഥിച്ചത് അമ്പലങ്ങളിൽ. അന്ന് കർണാടകയിലെ ഒരു സഹോദരൻ 5 ദിവസമായി അർജുൻ എന്ന് പറയുന്ന സഹോദര സമുദായത്തിലെ ഒരു ചെറുപ്പക്കാരനാണ്. ആ സഹോദരന് അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഭാര്യയുണ്ട്, സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. വലിയ വേദനയിലാണ്, വലിയ പ്രയാസത്തിലാണ്. വാഹനം നിർത്തിയതാണ്, അതിൻ്റെ മുകളിലേക്ക് വലിയ മണ്ണിടിഞ്ഞ് വീണ് 4-5 ദിവസമായി ആ വാഹനത്തിൻ്റെ ഉള്ളിൽ അർജുൻ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ ജീവനോടെയുണ്ടോ, അതല്ല മരണം സംഭവിച്ചിട്ടുണ്ടോ, ഒന്നും അറിയാതെ വലിയ പ്രയാസത്തിലാണ്, വലിയ വേദനയിലാണ്, വലിയ വിഷമത്തിലാണ്. അല്ലാഹുവേ പരിഹാരം നൽകണേ അല്ലാ. ആ കുടുംബത്തിന്റെ വേദനക്ക് നീ പരിഹാരം നൽകണേ റഹ്മാനെ. എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം റബ്ബായ നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. അർജുൻ എന്ന സഹോദരൻ ജീവനോടെ ഇരിപ്പുണ്ടോ, അതല്ല മറ്റു വല്ലതും സംഭവിച്ചു പോയോ, ഒന്നും ഞങ്ങൾക്കറിഞ്ഞുകൂടാ. ആ കുടുംബത്തിലേക്ക് അല്ലാഹുവേ സമാധാനത്തിന്റെ ഒരു വാർത്ത നീ എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുത്ത് അവർക്ക് നീ സമാധാനം നൽകണേ അല്ലാ. എല്ലാവരെയും അതുപോലെയുള്ള അപകടങ്ങളിൽ നിന്ന് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. സ്വലാത്തുൽ ഫാത്തിഹ എല്ലാത്തിനും പരിഹാരമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. الله. അർജുൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അങ്കോറയിൽ വെച്ച് അപ്രതീക്ഷിതമായ അപകടത്തിൽപ്പെടുകയാണ്. നോക്കൂ നിങ്ങൾ, അവരുടെ വിധിയാണ് അവിടെ വെച്ച് വണ്ടി വെച്ച് കിടന്നുറങ്ങുന്നത്. ചെറുക്കളിയിലൊക്കെയുള്ള പല ആളുകളും ആ തട്ടുകടയിൽ നിന്ന് ചായ കുടിക്കാറുണ്ടെന്ന് പറഞ്ഞു. ഗോവയിൽ നിന്ന് വരുമ്പോൾ ആ തട്ടുകടയിൽ ഇറങ്ങി ഒരു ചായ കുടിച്ചിട്ടാണ് പലരും വരാറുള്ളത്. അന്നത്തെ വിധി അർജുൻ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനായിരുന്നു. കേരളക്കാരെ പോലെ മലയാളികളെ പോലെ ഒരു സ്റ്റേറ്റും ഒരു സംസ്ഥാനവും ആവൂല എന്നതിന്റെ വ്യക്തമായ അടയാളമാണ് ഈ സംഭവങ്ങളൊക്കെ. നോക്കൂ നിങ്ങൾ, കോവിഡ് എന്ന് പറയുന്ന മഹാമാരി, വലിയൊരു വിപത്ത് എന്താണ് എന്ന് പോലും അറിയാതെ ചൈനയിലും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ആളുകൾ ഇങ്ങനെ മരിച്ചു വീഴുന്ന ആ രംഗം കണ്ട് നമ്മുടെ നാട്ടിലേക്കും കോവിഡ് വന്നപ്പോൾ ഭയന്ന് വിറച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഫ്ലൈറ്റ് ദുരന്തം ഉണ്ടാവുന്നത്. കോവിഡ് വന്ന് ഞാൻ മരിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നിയമപാലകരെക്കാളും മുമ്പ് അവിടേക്ക് ചാടിച്ചെന്നിട്ട് അപകടത്തിൽപ്പെട്ട ആളുകളെ അപകടത്തിൽ നിന്ന് കോവിഡ് എന്ന് പറയുന്ന ഈ വിപത്തിനെ അവഗണിച്ച് കളഞ്ഞുകൊണ്ട് അവിടെ അപകടത്തിൽപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്തിയത് മലയാളികളാണ്. മലയാളികൾക്കൊരു സംഘടിത ശക്തിയുണ്ട്, മലയാളികളൊരു ജീവന് നൽകുന്ന വിലയുണ്ട്. പല സംസ്ഥാനങ്ങളിലും മനുഷ്യന്റെ ജീവന് വിലയില്ലെന്ന്. അതൊരു ലോറിയുടെ ഡ്രൈവറല്ലേ എന്നാ ചോദിച്ചത്. അതൊരു ലോറിയുടെ ഡ്രൈവറല്ലേ, അതെന്ത് ചോദ്യ. ഇവിടെ ഒരു അപകടം ഉണ്ടായാൽ മതം നോക്കാറില്ല, വർഗീയത പറയാറില്ല. എത്ര വലിയ വർഗീയത പറഞ്ഞവരും അപകടം ഉണ്ടാകുമ്പോൾ ചാടിച്ചെന്ന് സഹായിക്കുന്ന, ശരീരം പണയം വെച്ച് പണിയെടുക്കുന്ന ആളുകളാണ്. എവിടെ നിന്ന് കിട്ടും? അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ ഖൈറുള്ള നാടായി, ഗോഡ്സ് ഓൺ കൺട്രി എന്ന് ഈ നാടിൽ നമ്മൾ പറയുന്നത്. ദിവസം 10ാമത്തെ ദിവസം എത്തി. അർജുനൻ എന്ന സഹോദരന് വേണ്ടി തിരച്ചിൽ നടത്തുകയാണ്. 10 ദിവസം പൂർത്തിയാകുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്ക്. ഇതുവരെ അദ്ദേഹത്തിനെ കണ്ടെത്തിയിട്ടില്ല. അള്ളാഹു ജീവനോടുകൂടി അദ്ദേഹത്തെ കണ്ടെത്താനുള്ള തൗഫീഖ് നൽകട്ടെ. നമ്മുടെയൊക്കെ പ്രാർത്ഥന അതാണ്. പ്രിയമുള്ളവരെ, മനസ്സിലാക്കണം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് എത്ര കാലം ഈ ലോകത്ത് ആയുസ് നീട്ടി നൽകുമെന്ന് പറയാൻ സാധിക്കില്ല. എപ്പോഴാണ് മരണമുണ്ടാവുക എന്ന് തീർച്ചപ്പെടുത്താൻ പറ്റൂല. ഏത് രീതിയിലാണ് മനുഷ്യനെ ഈ ലോകത്ത് അല്ലാഹു സംരക്ഷിക്കുക എന്ന് പറയാൻ പറ്റൂല. ഞാനിപ്പോ ഓർത്തുപോകുന്നു, നിങ്ങളുടെ കേരളക്കാരനായ ഒരു മലയാളി അർജുൻ. ആ അർജുൻ അതാ ലോറി ഡ്രൈവറാണ്. ആ അർജുനിനെ എത്ര ആലിമീങ്ങളാ ദുആ ചെയ്തത്, എത്ര പ്രഭാഷകന്മാരാ ദുആ ചെയ്തത്, പ്രാർത്ഥിച്ചത്.
അർജുനനെ ജീവനോട് തിരിച്ചെത്തിക്കണേ അല്ലാ എന്ന് മുസ്ലിംകൾ റബ്ബിനോട് ദുആ ചെയ്തില്ലേ? ഹൈന്ദവർ അവരുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ അതേ മുസ്ലിമീങ്ങൾ സാധാരണക്കാരും പണ്ഡിതന്മാരും എല്ലാവരും അല്ലാഹുവിനോട് ആ സഹോദരനെ ജീവനോട് തിരിച്ചയക്കണമെന്ന് ദുആ ചെയ്തില്ലേ? വഅലിന്റെ സദസ്സുകളിൽ പോലും ദുആ ചെയ്തില്ലേ? വീടുകളിൽ പോലും ദുആ ചെയ്തില്ലേ? എത്ര ആളുകളാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി അതിന്റെ വിഷയം അതേ വാട്സപ്പിന്റെ സ്റ്റാറ്റസിലോട്ട് എടുത്തു വെച്ചത്, ഇതുപോലെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തത്? പോരാ, എത്ര മുസ്ലിംകളാണ് ആ കർണാടകയിലെ അങ്കോള ഭട്കൾ കഴിഞ്ഞിട്ട് അങ്കോള എന്ന സ്ഥലത്ത് ഒഴുകിയെത്തിയത്. തെരച്ചിൽ നടത്തുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് നമ്മുടെ നാടിന്റെ മതസൗഹൃദം, നമ്മുടെ നാടിന്റെ ഒത്തൊരുമയും മതസൗഹൃദവും മതമൈത്രിയും അതൊക്കെ ഇതാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് തന്നെ അർജുനനെ കണ്ടെത്താൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുമാത്രമല്ലാതെ മറ്റു 2 പേരും അവർ മണ്ണിൻ്റെ അടിയിൽ എവിടെയോ ഇരിക്കുകയാണ്. അവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് എളുപ്പത്തിൽ കണ്ടെത്താനുള്ള മാർഗങ്ങൾ അല്ലാഹു എളുപ്പമാക്കി തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുതുതായിട്ട് ആരെങ്കിലും വീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെച്ചാൽ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഏതായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.